മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഭാരതാംബ വിവാദത്തിൽ പോരിനുറച്ച ഗവർണർ. ഭാരതാംബ എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്ത് നൽകി. വിദ്യാഭ്യാസ മന്ത്രിയുടെ ബഹിഷ്കരണം പ്രോട്ടോകോൾ ലംഘനമാണ്. ഭരണഘടനാ തലവനെ മന്ത്രി അപമാനിച്ചെന്നും കത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഭാരതാംബ വിവാദം കത്തിക്കേറുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് രാജ്ഭവന് കത്ത് നൽകിയതിന് പിന്നാലെയാണ് ഗവർണർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടി കത്ത് നൽകിയിരിക്കുന്നത്. ഗവർണർ പോരിന് ഉറച്ചു തന്നെയാണെന്നല്ലേ കരുതേണ്ടത്? വിവരങ്ങൾ. ഭാരതാംബ വിവാദത്തിൽ ഗവർണർ പോരിന് ഉറച്ചു തന്നെയാണ്. ഭാരതാംബ എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്ത് നൽകി. വിദ്യാഭ്യാസ മന്ത്രിയുടെ ബഹിഷ്കരണം പ്രോട്ടോകോൾ ലംഘനമാണെന്നും കത്തിൽ പറയുന്നുണ്ട്. ഭരണഘടനാ തലവനെ മന്ത്രി അപമാനിച്ചെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. വിവാദങ്ങൾ കനക്കുമ്പോൾ മുഖ്യമന്ത്രി രാജ്ഭവന് കത്ത് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയിരിക്കുന്നത്. ഭാരതാംബ എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ബഹിഷ്കരണം പ്രോട്ടോകോൾ ലംഘനമാണെന്നും ഗവർണർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടനാ തലവനെ മന്ത്രി അപമാനിച്ചെന്നും കത്തിൽ പറയുന്നുണ്ട്. ഭാരതാംബ വിവാദത്തിൽ പോര് കടുപ്പിക്കാൻ ഉറച്ചു തന്നെയാണ് ഗവർണറുടെ തീരുമാനം. മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഗവർണറുടെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട നടപടിയിൽ ഇന്ന് മുഖ്യമന്ത്രി രാജ്ഭവന് കത്ത് നൽകിയിരുന്നു. അതിനു പുറകെയാണ് ഇപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ഈ നടപടിയിൽ കൂടുതൽ പോരിനുറച്ചു തന്നെയാണ് ഗവർണർ എന്നാണ് കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണ് വിവരങ്ങൾ? ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളും വാദപ്രതിവാദങ്ങളും ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെയാണ് കത്ത് നൽകിയത്. കാരണം ഭരണഘടനാപരമായി ഒരു ലംഘനം തന്നെയാണ് ഇപ്പോൾ ഗവർണർ നടത്തുന്ന തരത്തിലായിരുന്നു ഒരു കത്ത് നൽകിയത്. പ്രത്യേകിച്ചും ഇന്നലെ സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് നടത്തിയ ഒരു പൊതുപരിപാടിയും അതുമായി ബന്ധപ്പെട്ട RSS ഇടപെടലും ഒക്കെ വലിയ തരത്തിൽ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ പാർട്ടിയെയും വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർ തന്നെ ഒരു കത്ത് തിരിച്ചു നൽകിയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തെ ഭരണഘടനാ തലവനെ മന്ത്രി അപമാനിച്ചു, അതായത് മന്ത്രി വി ശിവൻകുട്ടി അപമാനിച്ചുവെന്നും ഒപ്പം പ്രോട്ടോകോൾ ലംഘനം കൃത്യമായി നടന്നുവെന്നുമാണ് അദ്ദേഹം ഈ കത്തിൽ പറയുന്നത്. ഭാരതാംബ എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ല എന്നാണ്. മാത്രമല്ല ഭാരതാംബ ദേശീയ ഐക്യത്തിന്റെ പ്രതീകമാണെന്നും കത്തിന്മേലുള്ള പ്രതിഷേധം തെരുവിലിറങ്ങിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു മറുപടി നൽകുന്നതെന്നും അദ്ദേഹം ഗവർണർ നൽകിയ കത്തിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല ഭാരതാംബ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീക്ഷയാണെന്ന്, ആ പ്രതീക്ഷയുടെ നിന്നും ഉയർന്നു വന്ന പ്രതീകമാണെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ഇത് ജാതിക്കും രാഷ്ട്രീയത്തിനും അതീതമാണെന്നാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്. എന്തായാലും കേരളത്തിൽ ഈ കത്ത് അയക്കുന്നത് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നമായി ഇത് തെരുവിലേക്ക് ഇറങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കത്ത് അയക്കുന്നതെന്നാണ് ഗവർണർ പറയുന്നത്. ഒപ്പം കേരളത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തെ ബാധിക്കരുതെന്നും ഗവർണർ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി നിയമോപദേശം കിട്ടിയതിനു ശേഷം സർക്കാർ പരിപാടികളിൽ നിന്നും ഒരു ബന്ധവുമില്ലാത്ത ഈ ഭാരതാംബയുടെ ചിത്രങ്ങൾ വെക്കുന്നതും രാജ്ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ട് വെക്കുന്നതിനുമെതിരെയൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കത്ത് മുഖ്യമന്ത്രി രാജ്ഭവന് നൽകിയത്. അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം രാജ്ഭവനിൽ നിന്നും തിരിച്ചെന്ന് വൈകുന്നേരത്തോടുകൂടി കത്ത് നൽകിയത്. രാവിലെ തന്നെ അറിയാമായിരുന്നു ഇതിന് മറുപടി കത്ത് ഉണ്ടാകുമെന്നും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്ഭവനും അല്ലെങ്കിൽ ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ CPM-ഉം മന്ത്രിസഭയുമായിട്ടുള്ള ചേരിതിരിഞ്ഞുള്ള പോര് ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള തെളിവുകളാണ് ഈ കത്തും അതിന് തൊട്ട് പിന്നാലെയുള്ള മറുപടിയും. അതുപോലെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നൊരു കാരണം ക്രമസമാധാന പ്രശ്നമായി ഇത് തെരുവിലേക്ക് ഇറങ്ങുന്നതിനോട് താല്പര്യമില്ല, സൗഹാർദ്ദമായ അന്തരീക്ഷത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് തന്റെ താല്പര്യം എന്നാണ് അദ്ദേഹം കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതായത്
ഇത്തരത്തിൽ ഒരു ഭരണഘടനാ തലവനെ, സംസ്ഥാനത്തെ ഭരണഘടനാ തലവനെ അപമാനിക്കുന്ന തുല്യമായിരുന്നു അന്ന് ആ സദസ്സിൽ നിന്ന്. അതായത് മന്ത്രി വി ശിവൻകുട്ടി ഈ ഗൈഡ്സിന്റെയും അതുപോലെ ഈ ഗൈഡ്സിന്റെ ഒരു പരിപാടി, അതായത് വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കേണ്ട ഒരു പരിപാടിയിൽ അദ്ദേഹം ഈ ഭാരതാംബയുടെ ചിത്രം കണ്ടതിന് ശേഷം എഴുത്തയാളാക്കിയ പ്രസംഗം വായിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നത് അന്ന് ഗവർണറെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉയർന്നു വന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ കത്തിന്മേലുള്ള പോര് ഇനിയും ശക്തി പ്രാപിക്കാനാണ് സാധ്യത. കാർത്തു. ശരി, ഗവർണറുടെ ഭാരതാംബ വിവാദത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് ഗവർണറുടെ പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ഭാരതാംബ എന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. തന്റെ നടപടിയിൽ കൂടുതൽ തുറന്ന പോരിലേക്ക് ഇറങ്ങുകയാണ് ഗവർണർ എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകേണ്ടത്. ഡി വിനോയാണ് വിവരങ്ങൾ നൽകിയത്.